മുംബൈ വിമാനത്താവളത്തിൽ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ മറ്റൊരു വിമാനം അതേ റൺവേയിൽ ലാൻഡ് ചെയ്തു. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിലാണ് ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്തത്. സംഭവത്തിൽ DGCA അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചെയ്യുന്നു. ശ്രീനാഥ്, ഉണ്ടായത് എന്താണ്? കൊടിയ അനാസ്ഥയാണ്. ഒഴിവായത്, കഷ്ടിച്ചൊഴിവായത് വലിയ ദുരന്തമാണെന്ന് പറയാം അല്ലേ? തീർച്ചയായും മുംബൈ വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് റൺവേകൾ ഉണ്ടെങ്കിലും അത് ഒന്നിന് കുറുകെ ഒന്നായി നിലനിൽക്കുന്നതുകൊണ്ട് ഒരേ സമയം വിമാനങ്ങൾക്ക് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും കഴിയില്ല. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മറ്റൊരു വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ സാധാരണ കഴിയാറില്ല. ഏതായാലും ഈ സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. ATC എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകിയതാണ് ഈ ഈ അപകടം അത് ഒഴിവായി പോയെങ്കിൽ കൂടി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻഡിഗോ ആണ് ഇതിലൊരു വിശദീകരണ കുറിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. ഇൻഡിഗോ പറയുന്നത് എയർ ട്രാഫിക് കൺട്രോളിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് വിമാനം ലാൻഡ് ചെയ്യുക മാത്രമാണ് പൈലറ്റ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്നതാണ്. ഇൻഡോറിൽ നിന്ന് ആളുകളുമായി വരുന്ന വിമാനമാണ് ഈ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. അതേസമയമാണ് അതേ റൺവേയിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനമായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് ഏതാണ്ട് 100 മീറ്ററിൽ അധികം കാണില്ല ഈ രണ്ട് വിമാനങ്ങൾ ഒരേ സമയം റൺവേയിൽ ഉണ്ടായിരുന്ന സമയം. അത്രയും കുറഞ്ഞ ദൂരത്ത് രണ്ട് വിമാനങ്ങൾ അടുപ്പിച്ചു വന്നത് ഭാഗ്യം കൊണ്ട് മാത്രം എയർ ഇന്ത്യ വിമാനം ആ സമയം കൃത്യം ടേക്ക് ഓഫ് നടന്നതുകൊണ്ട് മാത്രമാണ് ഒരു കൂട്ടിയിടി ഒഴിവായത്. ഒരല്പസമയം വൈകിയിരുന്നെങ്കിൽ രണ്ട് വിമാനങ്ങൾ തമ്മിലും കൂട്ടിയിടിച്ചതിന് അതൊരു വലിയ ദുരന്തമായി മാറിയേനെ. ഏതായാലും സിവിൽ ആൻഡ് DGCA ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഒക്കെ തന്നെ ഇതിലൊരു അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ അവർ പരിശോധിച്ച് വരികയുമാണ്. ATC ഉദ്യോഗസ്ഥരെ ഈ കാര്യത്തിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്യും. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ഒഴിവാവുന്നത് കഷ്ടിച്ച് ഒരു വലിയ ദുരന്തം ഒഴിവായെന്ന് പറഞ്ഞാൽ അത് ടേക്ക് ഓഫ് ചെയ്യാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഉണ്ടാകുമെന്ന് ആലോചിക്കാൻ കഴിയുന്നതല്ല. അതൊരു വിമാനം തിരുവനന്തപുരത്തേക്കുള്ള വിമാനവും കൂടിയാണ്. അന്വേഷണം നടക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്തപ്പെടട്ടെ.